പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചാനലുകൾക്ക് സ്പെഷ്യൽ ഇന്റർവ്യൂ നൽകുന്നുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും മാധ്യമങ്ങളെ കണ്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. അതോടൊപ്പമാണ് സ്പെഷ്യൽ ഇന്റർവ്യൂ വിവിധ ചാനലുകൾക്ക് നൽകുന്നത് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ്. അങ്ങനെയാണ് മീഡിയ വൺ ചാനലിലും അദ്ദേഹം എത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് മീഡിയ വൺ എന്നതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ UDFന്റെ സഖ്യകക്ഷിയെ പോലെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വലിയ അലോസരമൊന്നും ഉണ്ടാകില്ല എന്ന് കരുതിയായിരിക്കണം വി.ഡി. സതീശൻ മീഡിയ വൺ ചാനലിൽ എത്തിയത്. എന്നാൽ ചോദിച്ച് അവസാനം RSS പരിപാടിയിൽ വി.ഡി. സതീശൻ പങ്കെടുത്തതും ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയതും ശരിയാണോ? അതിലിപ്പോഴും യോജിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യം ചോദിച്ചത് മാധ്യമപ്രവർത്തകനായ പ്രമോദ് രാമൻ. ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി പ്രതീക്ഷിച്ചിരുന്നു പ്രമോദ് രാമൻ. എന്തായിരിക്കും അത് അന്നത്തെ സാഹചര്യത്തിൽ ചെയ്തതാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ അത് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും എന്ന പ്രതീക്ഷയിലാണ് പ്രമോദ് രാമൻ ആ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ വി.ഡി. സതീശൻ പറഞ്ഞത് പോയത് ശരിയാണ്, വിളക്ക് കൊളുത്തിയത് ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയത് ശരിയാണ് എന്നും. ഏറെ തർക്കത്തിന് ശേഷമാണ് അതിലേക്ക് എത്തിയത് വി.ഡി. സതീശൻ എന്നത് മാത്രമേ ഉള്ളൂ. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ശരി, ഞാൻ ചോദിക്കുന്നത് ഇതാണ്. അതായത് താങ്കൾക്ക് കറകളഞ്ഞ ആന്റി ഹിന്ദുത്വ വ്യക്തിത്വം ഈ സന്ദർഭത്തിൽ ഉണ്ടെങ്കിൽ അതിനൊരു കളങ്കമേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് താങ്കൾക്ക് ഇന്ന് തോന്നുന്നുണ്ടോ? അതിൽ താങ്കൾ ഖേദിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ ഇന്റർവ്യൂ നിങ്ങളല്ല, താങ്കൾ എന്താണ് ഈ ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആ കാര്യം ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. ഞാൻ ആന്റി ഹിന്ദുത്വം എന്നല്ല, ഞാൻ ഹിന്ദു വിരുദ്ധനല്ല. ഹിന്ദു വിരുദ്ധനല്ല, ഞാൻ ഹിന്ദു വിരുദ്ധനല്ല. മനസ്സിലായില്ല? നിങ്ങൾ ഒരു താങ്കളുടെ ഈ ഇന്റർവ്യൂവിന് ഒരു അജണ്ടയുണ്ട്. താങ്കൾ എന്നെ വ്യക്തിപരമായി ഡാമേജ് ചെയ്യാന്നുള്ള ഒരു അജണ്ടയോടുകൂടി വന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ വളരെ ക്ലിയർ ചെയ്ത ഒരു കാര്യം വീണ്ടും താങ്കൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പിണറായി വിജയനും CPM-ഉം ചെയ്ത കാര്യത്തിൽ നിങ്ങൾ വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വ്യക്തമാക്കാം, നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. ഞാൻ ചോദിക്കേണ്ട ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുമായും ഒരാളോട് ചോദിക്കില്ല, മുഖ്യമന്ത്രിയായിട്ട് ചോദിക്കുന്ന ഈ ചോദ്യം ഞാൻ ചോദിച്ച ആളാണ്. താങ്കൾക്ക് വേണമെങ്കിൽ ആ ഇന്റർവ്യൂ എടുത്ത് കാണാം. ശ്രീ സതീശൻ, ഞാൻ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്. ഇന്ന് അത് ഇത്രയധികം താങ്കൾക്കെതിരായ ഒരു ആരോപണമായി വരുന്നുണ്ടെങ്കിൽ അന്ന് അതിൽ പങ്കെടുത്തത് താങ്കൾ ഖേദിക്കുന്നുണ്ട്. ഞാൻ പങ്കെടുത്തത് ശരിയാണെന്നാണ് പറഞ്ഞത്. അന്നത്തെ കാലത്ത് എല്ലാവരും സംവാദത്തിൽ പങ്കെടുത്തു. മുന്നണി രാഷ്ട്രീയവും ഹിന്ദുത്വവാദവും എന്നുള്ളൊരു വിഷയത്തിൽ പോയി കോൺഗ്രസിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതിന് ഞാനെന്തിനാ ഖേദിക്കുന്നത്? നിങ്ങൾ മതരാഷ്ട്രവാദവും ഹിന്ദുത്വവാദം തന്നെയായിരുന്നു. മതരാഷ്ട്രവാദം എന്നാണ് അവർ പറഞ്ഞത്. മതരാഷ്ട്രവാദവും മുന്നണി രാഷ്ട്രീയവും ഒരു സബ്ജക്ട് വെച്ച് കഴിഞ്ഞാൽ 2006 നടന്ന നിങ്ങളൊക്കെ കൂടി ഇത് ആഘോഷിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആഘോഷിക്കുകയാണ്. ഇതെല്ലാം ആഘോഷിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പരാതിയില്ല. ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള അവസരവാദ രാഷ്ട്രീയത്തിൽ സൗകര്യം പോലെ RSSനെ കൂട്ടുകൂടിയ, ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയ, STB ആയിട്ട് കൂട്ടുകൂടിയവർക്കെതിരായിട്ടൊന്നും നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങളിത് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അജണ്ടയാണ്. അത് കുറെ മാധ്യമ പ്രവർത്തകരുണ്ട്. ഞാൻ പിണറായി വിജയനെ പോലെ ഒരു മാധ്യമ സിൻഡിക്കേറ്റഡ് ഒന്നും ആരോപിക്കുന്നില്ല. പക്ഷെ ഒരു ലൈനുണ്ട്, കുറച്ച് ആളുകൾക്കും കുറച്ച് ചാനലുകൾക്കും എല്ലാം ഉണ്ട്. അതുണ്ട്. അതിന്റെ ഒരു ആവർത്തനമാണ് താങ്കളുടെ ചോദ്യം. കാരണം വളരെ ഒരു കാര്യം പറഞ്ഞ്, എന്നെ പോലെ ഒരാള് ഒരു കാര്യം പറഞ്ഞ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് അനാവശ്യമായ ഒരു ചോദ്യം അതിന്റെ മീതെ ചോദിച്ച് വീണ്ടും അതുമ്പോ തന്നെ നിൽക്കാൻ നോക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയും നിങ്ങൾ ഡെവലപ്മെന്റ് ചർച്ച ചെയ്യുന്നില്ല, നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. താങ്കളുടെ അടുത്ത് ഇത്ര നേരം ഞാൻ വന്നിരുന്നിട്ട് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും താങ്കൾ ചോദിച്ചില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്കുകളാണ്. അദ്ദേഹം അവസാനം സമ്മതിക്കുന്നുണ്ട്, ഞാൻ പോയത് ശരിയാണ്, ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയതിൽ യാതൊരു തെറ്റുമില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. എന്ന് വെച്ചാൽ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരു ഖേദവും എനിക്കില്ല
അത് ശരിയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു വി.ഡി. സതീശൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിലാണ് ഇത് പറയുന്നത് എന്നോർക്കണം. ഇത് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ കാണുന്നുണ്ടല്ലോ, ഇത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കാണുന്നുണ്ടല്ലോ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാനും UDF-നെ ജയിപ്പിക്കാനും കോൺഗ്രസിനെ ജയിപ്പിക്കാനും അഹോരാത്രം പണിയെടുക്കുന്ന മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രവർത്തകരൊക്കെ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകണം. കണ്ടിട്ടില്ലെങ്കിൽ അവർ ഒന്നുകൂടി അത് കാണണം. എന്താണ് വി.ഡി. സതീശന്റെ നിലപാട്, പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് RSSനോട് BJP-യോട് എന്ന് മനസ്സിലാക്കാൻ. RSSും അതല്ലെങ്കിൽ BJP-യുമായി CPM-ന് സഖ്യമുണ്ട് എന്നാണല്ലോ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ UDF നേതാക്കളും. അത്തരം പ്രചാരണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളാണ് വി.ഡി. സതീശൻ എന്നുകൂടി ഓർക്കണം. മറ്റൊരാൾ KC വേണുഗോപാലാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ BJP-ക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സ്വന്തം രാജ്യസഭാ സീറ്റ് BJP-ക്ക് തീരെഴുതി കൊടുത്തിട്ടാണ് അദ്ദേഹം കേരളത്തിൽ വന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചത് എന്നോർക്കണം. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളും BJP-യും തമ്മിലുള്ള ബന്ധം അത് എത്രമാത്രം വലുതാണ് എന്നതിന് പറഞ്ഞാൽ തീരാത്ത ഉദാഹരണങ്ങളുണ്ട് നമുക്ക്. ഇപ്പോഴത്തെ BJP-യുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും കോൺഗ്രസിൽ നിന്ന് പോയതാണ് എന്നുകൂടി ഓർക്കുമ്പോഴാണ് BJP-യും കോൺഗ്രസും തമ്മിൽ അതിർവരമ്പുകളില്ല എന്ന് മനസ്സിലാകുന്നത്. അത് കേരളത്തിലും പരീക്ഷിച്ചതാണ്. കോലീബി സഖ്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് മോഷ്ടിച്ചവൻ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഓടുന്നത് പോലെ ഇതാ CPM BJP ബന്ധം എന്ന് പറഞ്ഞ് ഓടുകയാണ് ചെയ്യുന്നത് വി.ഡി. സതീശനും കൂട്ടരും. ആ UDF-ന്റെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മുഖം മൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സമ്മതിക്കുന്നു RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത്, ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയത് എല്ലാം ശരിയാണ് എന്ന്.